ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ആദിത്യ ശ്രീവാസ്തവ കർണാടകത്തിൽ 2-3 വോട്ട് ചെയ്തത് മാത്രമല്ല, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ എത്ര ഡീപ്പാണ് ഒരു ഇലക്ഷൻ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ. രാഹുൽ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ വോട്ടർ 4 വോട്ട് ചെയ്തിരിക്കുന്നു. ഇയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമമെങ്കിലും നമ്മൾ മാധ്യമങ്ങൾ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം സാഹചര്യ തെളിവുകൾ മോദി സർക്കാരിനെതിരാണ്. ഈ വലിയ ആരോപണം വരുമ്പോൾ ഞങ്ങൾക്കിത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് ഡിജിറ്റലൈസ് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം ഒരു കെട്ട് പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്, തപ്പിക്കോ എന്ന് പറഞ്ഞ്. ഈ കോടതിയിൽ കോമ്പൻസേഷൻ കേസിൽ 10,000 രൂപ വിധിച്ചാൽ 10,000 രൂപയുടെ ചില്ലറ തൊട്ട് എടുത്തു കൊടുത്ത് ഒരു കേസുണ്ട് തിരുവനന്തപുരത്ത്. എണ്ണിക്കോ, 10,000 അല്ല, അതുണ്ട്, എണ്ണിക്കോളാൻ പറയും എന്ന് പറയുന്നത് പോലെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന രീതിയിൽ 3,000 കിലോ, 300 കിലോയുടെ പേപ്പർ എടുത്തു കൊടുത്തിട്ട് അവിടെ തന്നെ സാഹചര്യ തെളിവുകൾ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. എന്തിനായിരിക്കും അങ്ങനെ?